എൻ്റെ ജീവിതത്തിൽ മറക്കാൻ വയ്യാത്തതായിട്ടുള്ള ഒട്ടേറെ അനുഭവങ്ങളും എൻ്റെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു സുപ്രധാനപ്പെട്ടതായ ഒരു സ്ഥലമാണിത്. 43 മുതൽ 46 വരെ ആലത്തൂർ ഹൈസ്കൂളിൽ 3rd ഫോം, 4th ഫോം, 5th ഫോം, 6th ഫോം ഈ 3 ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ താമസിച്ചിട്ടാണ് ആലത്തൂർ ഹൈസ്കൂളിൽ പോയി പഠനം നടത്തിയത്. ആ 3 കൊല്ലത്തെ അനുഭവങ്ങൾ ഇവിടെ ഞാൻ സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ വളരെ സവിശേഷമായിട്ടുള്ള മറ്റൊരു വശം, കേരളത്തിൽ 3 സെൻട്രൽ ജയിലുകളിലും കിടക്കാനുള്ള ഭാഗ്യം എനിക്ക് സർക്കാർ നൽകിയിട്ടുണ്ടായിരുന്നു. അതിലൊരിക്കൽ അടിയന്തരാവസ്ഥാ സമയത്ത് ഇവിടുന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചിട്ടുള്ളതിൽ ഒരു പ്രധാനപ്പെട്ട ആദ്യത്തെ ലിസ്റ്റിൽപ്പെട്ട ആളാണ് ഞാൻ. അടിയന്തരാവസ്ഥയ്ക്ക് എതിരെയുള്ള സമരം പാലക്കാട് ജില്ലയിൽ നയിക്കേണ്ടത് ഞാനാണെന്നാണ് പ്രതിപക്ഷ കക്ഷികൾ മൊത്തമായിട്ട് തീരുമാനിച്ചിരുന്നത്. പക്ഷേ അതിനിടയിൽ കുറേ ദിവസം പിടിക്കപ്പെടാതിരിക്കാൻ, കാരണം പാലക്കാട്ടെ എൻ്റെ വീട് റെയ്ഡ് ചെയ്തതൊക്കെ തന്നെ അടിയന്തരാവസ്ഥ നടപ്പാക്കിയ ഉടൻ തന്നെ 26, 27 തീയതികളിലോ മറ്റായിരുന്നു. പോലീസിന് പിടികൊടുക്കാതെ ഒളിവിൽ താമസിക്കേണ്ടി വന്നു. അങ്ങനെയുള്ള അവസരത്തിൽ ഒളിവിൽ താമസിക്കാൻ കണ്ടെത്തിയ സ്ഥലം ഈ വീട്ടിലായിരുന്നു. കാരണം എൻ്റെ മണപ്പാടത്തെ വീട് പോലീസിനറിയാം, പാലക്കാട്ടെ വീട്ടറിയാം, പാർട്ടി ഓഫീസുകളറിയാം. ഇതൊരു പക്ഷേ അറിയാൻ വഴിയില്ല എന്ന് കരുതിയിട്ടാണ് ഇവിടെ താമസിച്ചിട്ടുള്ളത്. ആ സമയത്ത് ഇവിടെ താമസിക്കുമ്പോൾ ഇവിടെ കോൺഗ്രസ്സുകാരും ബാക്കി ആൾക്കാരും ഈ പിടിക്കപ്പെടേണ്ടതായിട്ടുള്ള ആൾക്കാരെ വിവരങ്ങൾ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ട് ഏതെങ്കിലും വാഹനങ്ങൾ, ജീപ്പോ മറ്റോ വരുമ്പോൾ ഇത് പോലീസ് ജീപ്പായിരിക്കുമോ എന്ന് ഭയപ്പെട്ട് അങ്ങനെ മുറിയിൽ ജനലടച്ചിരുന്നതൊക്കെ ഞാൻ ഓർക്കുകയാണ്. ഏതായാലും അടിയന്തരാവസ്ഥയുടെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഒളിവിൽ താമസിക്കേണ്ടി വന്നിട്ടുള്ള ആ ഒരു അന്തരീക്ഷം, ആ ഒരു സാഹചര്യം ഉണ്ടായത് ഇവിടെ വെച്ചിട്ടായിരുന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ വിദ്യാഭ്യാസ കാലത്ത്, രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ കാലത്ത്, മറ്റെല്ലാ സമയത്തും ഒട്ടേറെ അനുഭവങ്ങൾ തിങ്ങി നിറഞ്ഞിട്ടുള്ള ഒരു വീടാണ്. ഇവിടെയാണ് ഞാൻ 1943 മുതൽ 46 വരെയുള്ള കാലത്ത് ഹൈസ്കൂൾ വിദ്യാഭ്യാസം നടത്തിയിട്ടുള്ളത്. അന്ന് ഈ സ്ഥാപനം നെല്ലിക്കലിടം എന്നുള്ള കുടുംബത്തിൻ്റെ സ്വത്തായിരുന്നു. ഇപ്പോൾ അത് മുഹമ്മദ് കുട്ടി സാഹിബിൻ്റെ വകയായിട്ടുള്ളൊരു സ്വകാര്യ സ്കൂളാണ്. ഇവിടെയുള്ള ഈ ശ്രീ പങ്ങിയച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്നതായിട്ടുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള അധ്യാപകനുണ്ടായിരുന്നു. അതുപോലെ മറ്റു പല ആൾക്കാരും ആ സ്കൂളുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ കാര്യം ഞാൻ ഓർക്കുന്നു. കാവശ്ശേരിയിൽ നിന്ന് നിത്യവും സ്കൂളിലേക്ക് വരുമ്പോൾ അവിടുന്ന് ഒരു ടീമായിട്ട് ആൾക്കാർ ചോറ്റുപാത്രവും എടുത്ത് 2 മൈൽ നടന്ന് അവിടെ വരുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നത്. അത് ആരോഗ്യത്തിനും നല്ലതാണ് നടക്കുന്നത്. ഞാൻ അനുസ്മരിക്കുന്നു. ഇത് പാലക്കാട് വിക്ടോറിയ കോളേജാണ്. 47 മുതൽ 51 വരെയുള്ള കാലഘട്ടത്തിൽ ഈ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. ഞാനിപ്പോൾ നടക്കുന്നതായിട്ടുള്ള ഈ സ്ഥലം മെയിൻ ഹോസ്റ്റലിൻ്റെ വരാണ്ട, ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ 4 കൊല്ലക്കാലത്തെ ആ ജീവിതം എൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണെന്ന് തോന്നുന്നു. ആ കാലഘട്ടത്തിലായിരുന്നു ഇവിടെ ശ്രീ KSU നായർ ഇവിടുത്തെ പ്രിൻസിപ്പളായിരുന്നു. അന്ന് എൻ്റെ സഹപാഠികളിൽ എൻ്റെ ക്ലാസ്മേറ്റും ജീവിതകാലം മുഴുവൻ ഒരു സുഹൃത്തുമായിട്ടുണ്ടായിരുന്നത് ശ്രീ OV വിജയനായിരുന്നു. അതേപോലെ തന്നെ ഈ ഹോസ്റ്റൽ മേറ്റ് അല്ലെങ്കിൽ തന്നെ കോളേജ് മേറ്റായിട്ട് ആ കാലഘട്ടത്തിലുണ്ടായിരുന്നത് പ്രശസ്തനായിട്ടുള്ള വ്യക്തി ശ്രീ MT വാസുദേവൻ നായരായിരുന്നു. അങ്ങനെ പല ആൾക്കാരും ഒന്നിപ്പോൾ കൂടി ഒന്നിച്ചിട്ട് പഠിക്കാനുള്ള അവസരം കിട്ടിയിട്ടുള്ള ഈ സ്ഥാപനമാണ്. ഇവിടെയായിരുന്നു നാട്ടിൻപുറത്ത് ജീവിച്ചിട്ടുള്ള ആൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഒരു ഹോസ്റ്റലിൽ നമ്മുടെ പഴയ പാരമ്പര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നൊരു കാലഘട്ടത്തിൽ ആ പഴയ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ തന്നെ
അന്ധവിശ്വാസമാണ്, അത് പുരോഗതിക്ക് തടസ്സമാണ്, അതാണ് വാസ്തവത്തിൽ നമ്മുടെ നാട്ടിൻ്റെ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്നത് എന്നുള്ള ആശയങ്ങളൊക്കെ സ്വയമേവ ഉൾക്കൊള്ളാൻ ഇടയായിട്ടുള്ളത് ഇവിടെ ഈ കോളേജിൽ പഠിക്കുന്നതായിട്ടുള്ള കാലഘട്ടത്തിലാണ്. അന്നത്തെ പഠന രീതികളും സമ്പ്രദായങ്ങളും അന്തരീക്ഷവുമൊക്കെ തന്നെ നമ്മുടെ പാരമ്പര്യത്തിനെ ഉയർത്തിപ്പിടിക്കാൻ ഉപകരിക്കുന്നതിന് പകരം അതെല്ലാം പിന്തിരിപ്പനാണ്, അതെല്ലാം നാടിനെയും പുറകോട്ട് നയിക്കുന്നതാണ് എന്നൊക്കെ പഠിപ്പിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. ഈ ഹോസ്റ്റലിൽ താമസിക്കുന്ന അവസരത്തിലായിരുന്നു മഹാത്മാഗാന്ധിജിയുടെ വധം ഉണ്ടായത്. ആ വധം നടന്ന അവസരത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന 2 വിദ്യാർത്ഥി യൂണിയൻസ് ആയിരുന്നു. ഒന്ന് കോൺഗ്രസ് നയിക്കുന്ന ഒരു യൂണിയൻ, മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റുകാർ നയിക്കുന്ന യൂണിയൻ. 2 യൂണിയൻകാരും ഏകപക്ഷീയമായിട്ട് പറഞ്ഞു ഈ കൊല നടത്തിയത് RSS ആണെന്ന്. അന്നാണ് RSS എന്നുള്ള ഇത് ആദ്യമായിട്ട് കേൾക്കുന്നത്. അത് കേൾക്കുന്ന അവസരത്തിൽ അന്ന് എല്ലാവരും വിചാരിച്ചു പരസ്പരം എതിർക്കുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരേ സ്വരത്തിൽ പറയുന്നു. വിദ്യാർത്ഥികളൊക്കെ തന്നെ ഈ അനീതിക്കെതിരായിട്ട് ഒരു പ്രകടനം നടത്തിയത് ഞാൻ ഓർക്കുന്നു. അതാണ് എൻ്റെ RSSുമായിട്ടുള്ള ആദ്യത്തെ ബന്ധം. അതിനെതിരായിട്ട് മഹാത്മാഗാന്ധിയുടെ കൊലപാതകം നടന്നു എന്ന് ആരോപിക്കപ്പെട്ട സാഹചര്യത്തിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരുപോലെ പറഞ്ഞ സാഹചര്യത്തിൽ ആ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് ഈ കോളേജിൽ ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ ഇവിടുത്തെ സ്റ്റുഡൻസ് സംഘടിപ്പിച്ചിട്ടുള്ള പ്രകടനത്തിലാണ് പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായതൊക്കെ ഞാൻ ഓർക്കുന്നു. അതൊക്കെ തിരുത്താനായിട്ട് പിന്നെ വളരെ കാലം പിടിച്ചു. എൻ്റെ ജീവിതത്തിലെ നിർണായകമായിട്ടുള്ളൊരു കാലഘട്ടം 1956 മുതൽ 68 വരെയുള്ള കാലഘട്ടം ഞാൻ ചെലവഴിച്ചത് കോടതിയിലാണ്. എൻ്റെ വീട്ടിൽ ആരും തന്നെ ഡിഗ്രി എടുത്ത ആൾക്കാരുണ്ടായിരുന്നില്ല. അഭിഭാഷകനായി വന്നിട്ടുള്ള ആൾക്കാർ ആരും ഉണ്ടായിരുന്നില്ല. അത് അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ കുറച്ചു കാലം അഭിഭാഷക വൃത്തി എടുക്കുന്നതിന് മുമ്പായിട്ട് LICയുടെ ലീഗൽ അസിസ്റ്റൻ്റായി പ്രവർത്തിക്കുകയും അതിനുശേഷമാണ് 56 ഇവിടെ പ്രാക്ടീസ് ആരംഭിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്ത് ഇങ്ങോട്ട് വന്നത്. അത് എൻ്റെ വിവാഹത്തിൻ്റെ തൊട്ട് മുമ്പുള്ള കാലഘട്ടമായിരുന്നു. വളരെ പ്രഗത്ഭരായിട്ടുള്ള പല അഭിഭാഷകന്മാരും ഇവിടെ ഉണ്ടായിരുന്നു. ശ്രീ കൃഷ്ണൻകുട്ടി അച്ഛൻ എന്ന് പറയുന്നത് വളരെ പ്രശസ്തനായിട്ടുള്ള ഇന്നും ജീവിച്ചിരിപ്പ് ഹൈക്കോടതിയിൽ തലയെടുപ്പുള്ള അഭിഭാഷകൻ. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചത്. മദിരാശിയിൽ ഈ ഇൻറ്റേൺമെൻറ്റ് ആദ്യ അപ്രൻറ്റീസായിട്ട് അവിടെ അഡ്വക്കേറ്റ് ജനറലായിരുന്ന ശ്രീ കുട്ടികൃഷ്ണ മേനോൻ്റെ കൂടെയായിരുന്നു മദ്രാസിൽ ലോ പഠിച്ച ശേഷം 1 കൊല്ലത്തും അപ്രൻറ്റീഷിപ്പ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇവിടെ വന്ന് മുഴുവൻ ശ്രദ്ധയും പ്രാക്ടീസിൽ കേന്ദ്രീകരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അഭിഭാഷക വൃത്തി ആരംഭിക്കുകയും ചെയ്തു. പിന്നീട് പൊതുജീവിതത്തിലേക്ക് നീങ്ങുകയും ജീവിതത്തിൽ തന്നെ ഈ അഭിഭാഷക വൃത്തിയിൽ കൂടിയിട്ട് ഓരോരോ പ്രശ്നത്തിനും വിവിധ വശങ്ങളുണ്ടെന്നും ഇതെല്ലാം നമ്മൾ കേൾക്കാനും സ്വാംശീകരിക്കാനും തയ്യാറാവാനും അതിൽ നിന്ന് ഏതെങ്കിലും ഒരു വശം മാത്രം സ്വീകരിക്കാൻ അതിൻ്റെ എല്ലാ വശങ്ങളും കേട്ട ശേഷം ഒരു നിർണയത്തിൽ എത്തിച്ചേരാനുള്ള അതിനുള്ള ഒരു ട്രെയിനിങ് ഈ അഭിഭാഷക വൃത്തിയിൽ കൂടിയിട്ട് ലഭിച്ചു. അത് പൊതുജീവിതത്തിൽ വളരെ സഹായകമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഈ കോടതി പരിസരത്തുള്ള സ്മരണ, ഇത് ടിപ്പുവിൻ്റെ കോട്ടയാണ്. പാലക്കാട്ട് പ്രസിദ്ധമായിട്ടുള്ള പാലക്കാടിൻ്റെ വ്യക്തിത്വം വിളിച്ചു പറയുന്നതായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അതിൻ്റെ അകത്ത് ചില സർക്കാർ ഓഫീസുകൾ, ജയിൽ, പോലീസ് സ്റ്റേഷൻ, വേറെ ചില ഓഫീസുകളൊക്കെ ഇതിനകത്തുണ്ട്. ഇവിടെ മുമ്പ് കോടതി ഉണ്ടായിരുന്നു. അടിയന്തരാവസ്ഥ സമയത്ത് അതിനെതിരായി സമരം ചെയ്ത് അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഒരു ദിവസം പാർപ്പിച്ചിട്ടാണ് പിന്നെ അന്ന് അങ്ങോട്ട് തിരുവനന്തപുരത്ത് സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയത്.
വക്കീലന്മാരെ പ്രാക്ടീസ് ചെയ്യുന്ന അവസരത്തിലും കേസുകൾക്കും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ തന്നെ ഇവിടെ വരാറുള്ളതാണ്. ഇന്നിപ്പോൾ സർക്കാർ ഏറ്റെടുത്തിട്ട് വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടും മാറിയിട്ടുണ്ട്. ഇതിനകത്ത് കണ്ടത് ശ്രീരാമക്ഷേത്രം, ഹനുമാൻ്റെ ക്ഷേത്രം, അതുമാതിരി തന്നെ ഈ ടിപ്പുവിൻ്റെ കോട്ടയിലും മതിലൊക്കെ ഗണപതിയുടെ വിഗ്രഹവും ഭഗവതിയുടെ വിഗ്രഹവും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഒട്ടേറെ ഭക്തന്മാർക്ക് അവർക്കുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം ആൾക്കാർ അവിടെ പൂജാ പരിപാടികൾക്ക് വരുന്നു. വളരെയേറെ ജനക്കൂട്ടം അനുഭവപ്പെടുന്നുണ്ട്. അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ക്ഷേത്രത്തിൽ വരികയും ആരാധന നടത്തുകയും ഇന്നിപ്പോൾ ശ്രദ്ധ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നൊരു സ്ഥലമാണ്. സർക്കാരിൻ്റെ ഒരു സ്ഥാപനം ഇപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്തിട്ട് കുറച്ച് നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പാലക്കാടിൻ്റെ ഒരു പ്രത്യേക ആകർഷണ കേന്ദ്രമാണ്. ഞാനിവിടെ ഓർക്കുന്നു, മലപ്പുറം ജില്ലാ വിരുദ്ധ സമരത്തിൻ്റെ അന്നത് ഒരു അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ സ്വഭാവം കൊണ്ട അവസരത്തിൽ അന്ന് ശ്രീ കേളപ്പജിയുടെ നേതൃത്വത്തിൽ ഇവിടെ ധർണയും പരിപാടികളൊക്കെ സംഘടിപ്പിച്ചത് ഓർക്കുന്നു. പിന്നീട് വളരെയേറെ പൊതുയോഗങ്ങൾ പാർട്ടിയുടെയും മറ്റു പല കാര്യത്തിൻ്റെ പേരിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ. ഈ കോട്ടമൈതാനവുമായി ബന്ധപ്പെട്ട് ഓർക്കുന്നൊരു കാര്യം, എൻ്റെ അഭിഭാഷക വൃത്തി 56 തുടങ്ങിയത് 68 സമാപിക്കാനിടയായ സാഹചര്യമായിരുന്നു. അന്ന് ജനസംഘത്തിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷനായി ദീനദയാൽ ഉപാധ്യായയെ കോഴിക്കോട് വെച്ച് 1967 ഡിസംബർ 31 തിരഞ്ഞെടുത്ത് വലിയ പ്രകടനമൊക്കെ നടന്ന ശേഷം അദ്ദേഹം തിരിച്ച് തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തെ കൊല ചെയ്യപ്പെട്ടത്. കോഴിക്കോട് വെച്ച് അഖിലേന്ത്യാ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്ത് മഹാസമ്മേളനം നടത്തി 41 പക്കം അദ്ദേഹം കൊല ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ഞങ്ങൾ കുറച്ച് പ്രവർത്തകന്മാർ അവരുടെ ജോലിയെല്ലാം ഉപേക്ഷിച്ച് ഇനി ഭാവി ജീവിതം മുഴുവൻ ദീനദയാൽ ഉപാധ്യായ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ധർമ്മരാജ്യം എന്നുള്ള സങ്കല്പവുമായി ആ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ അനുശോചന യോഗം പാലക്കാട് കോട്ടമൈതാനത്ത് നടന്നപ്പോൾ ആ യോഗത്തിൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ അഭിഭാഷക വൃത്തി ഉപേക്ഷിക്കുന്ന പ്രഖ്യാപനം നടത്തുകയും പാർട്ടിയുടെ മുഴുവൻ സമയം പ്രവർത്തകനായി ദീൻദയാൽജിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിട്ടുള്ളത്. അത് ഇതുവരെയും തുടരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിൽ ആ സ്മരണകളൊക്കെ ആയിട്ട് വളരെയേറെ അഭേദ്യമായിട്ട് ബന്ധമുള്ള ഒരു പ്രദേശമാണ്.